സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ്. കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്, ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി തലസ്ഥാനത്തൊക്കെ കനത്ത കാറ്റ് വീശി എന്നതുകൂടി എടുത്തു പറയണം. മഴ മാത്രമായിരുന്നില്ല. അതായത് സംസ്ഥാന വ്യാപകമായി മഴ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും എന്നാണോ മുന്നറിയിപ്പ്? മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 ദിവസവും സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിലൂടെ പറയുന്നത്. വിവിധ ജില്ലകൾക്ക് നാളെയും മറ്റന്നാളും ഈ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് കൂടുതലായിട്ട് കാണുന്നത്. അടുത്ത 2 ദിവസങ്ങളിലും അത് തന്നെയാണ്. വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമായി പെയ്യുമെന്ന് അടക്കമുള്ള മുന്നറിയിപ്പുകൾ കാണുന്നത്. എന്തായാലും വീണ്ടും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ശക്തമായ കാറ്റുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. അതായത് മലയോര മേഖലകളിൽ, അതായത് ഉരുൾപൊട്ടൽ അടക്കമുള്ള സാധ്യത മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അതത് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളെ പൂർണ്ണമായും പാലിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലയും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവരും അതിൻ്റെതായിട്ടുള്ള ജാഗ്രതകൾ പാലിക്കണം. അതോടൊപ്പം തന്നെ കടലിൽ ഇറങ്ങുന്നതിനടക്കമുള്ളതിന് നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാരികളടക്കം ഈ ഉയർന്ന തിരമാലയുള്ള സാഹചര്യത്തിൽ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ വീണ്ടും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പിലൂടെ പറയുന്നത്. ഈ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കൂടിയാണ് ഇത്. തുടർച്ചയായിട്ടല്ല മഴ പെയ്ത് ഒരാഴ്ച പെയ്യുകയും പിന്നീട് നിൽക്കുകയും വീണ്ടും മഴ തുടരുകയും അങ്ങനെയാണ് ഈ കാലവർഷം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. നേരത്തെയാണ് ഈ കൊല്ലം ഈ കാലവർഷം എത്തിയത്. എന്തായാലും ഇപ്പോഴും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. കൃഷ്ണരാജ്, ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. എല്ലാ ജില്ലകളിലും മഴ പെയ്യും എന്ന മുന്നറിയിപ്പ് വരുന്നു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം.